അല്ല, ഇത് നമ്മൾ ഏതൊരു മൂവി ചെയ്യണമെങ്കിലും നമുക്ക് ഏകദേശം 10 ലക്ഷം രൂപ ചിലവാണ്. ഇവിടെ GCC റിലീസ് ചെയ്യുമ്പോൾ ഒരു 50 സെൻറ്റർ ചെയ്യുമെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ ചിലവ് വരും. അപ്പോൾ ആ ചിലവാണ് മെയിൻ പ്രശ്നം. എന്തുകൊണ്ട് ചെറിയ മൂവികൾ ഇവിടെ വരുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഈ പൈസ സ്പെൻഡ് ചെയ്താൽ ഇത് നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പോൾ പലർക്കും കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ പടങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ വരാത്തത്. അപ്പോൾ അത് സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള പ്രൊഡ്യൂസർമാരും അതുപോലെ സ്പെൻഡ് ചെയ്താൽ നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളൊരു ഏകദേശം ഒരു 80% ഉറപ്പുണ്ടെങ്കിൽ ആ പടങ്ങളാണ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ പല പ്രൊഡ്യൂസർമാർക്കും, ഇവിടെയുള്ള പ്രൊഡ്യൂസർമാരുണ്ട്, നാട്ടിലുള്ള ഞങ്ങൾക്ക് ഞങ്ങളുടെ പടം ഒന്ന് ഗൾഫിൽ കളിക്കണം എന്ന ആഗ്രഹമുള്ള പ്രൊഡ്യൂസർമാരുണ്ട്. അപ്പോൾ അവരെന്നെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട്. എനിക്കൊരുപാട് പൈസ നഷ്ടവും വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെയ്തു കൊടുക്കും. നമ്മൾ ഏറ്റെടുത്ത കമ്മിറ്റ് ചെയ്താൽ ഞാൻ ചെയ്തു കൊടുക്കും. അതെൻ്റെ ഒരു രീതിയാണ്. അവിടെ പിന്നെ നമ്മൾ പൈസ കിട്ടുമോ ഇല്ലേ എന്നുള്ളതൊന്നും ചോദിക്കാറില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു 10% മുനിസിപ്പാലിറ്റി ടാക്സും 5% വാറ്റും ഉണ്ട് ഗൾഫിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പെർസെൻറ്റേജ്, അത് പോയതിന് ശേഷമുള്ളതാണ് നമുക്ക് വരുന്ന ഷെയർ. അപ്പോൾ ആ ഷെയറിൽ നിന്നും നമ്മൾ ഇപ്പോൾ സാധാരണ ഡിസ്ട്രിബ്യൂട്ടർ ഒരു 10% എടുക്കും, ബാക്കി 90% പ്രൊഡ്യൂസറിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പല ചെറിയ പടങ്ങളും നമുക്ക് തന്നെ 10% കിട്ടൂല. ഈവൻ പോയിട്ട് നമുക്ക് 1% പോലും കിട്ടാത്ത പടങ്ങളുണ്ട്. അല്ല, ഫസ്റ്റ് നടപടി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അവർ ആദ്യം പ്രൊഡ്യൂസർ തീരുമാനിക്കണത് കളിക്കണോ വേണ്ടത്. ഇത് ആരെന്നെ സമീപിച്ചാലും ഞാൻ പറയും ഇത് ഇത്രയും എൻ്റെ കോസ്റ്റാണ്. ഒരു 3000 പേര് സിനിമ കണ്ടാലാണ് ഈ കോസ്റ്റ് കവറാവുന്നത്. ഒരു സിനിമ മിനിമം 3000 പേര് ഗൾഫിൽ കാണണം. അപ്പോഴാണ് ഞങ്ങൾ ഈ പോസ്റ്റർ അടിക്കും, പ്രിൻ്റ് ആൻഡ് പബ്ലിസിറ്റിയും അതിൻ്റെ കണ്ടൻറ്റും അതിൻ്റെ കേടിയും ഇതെല്ലാം വരുന്നതിൻ്റെ പൈസ നമുക്ക് റിക്കവർ ആവുന്നത്. അത് റിക്കവർ ആയില്ലെങ്കിൽ കയ്യിൽ നിന്ന് പൈസ പോകും. ഒന്നുകിൽ ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ കയ്യിൽ നിന്ന് പോകും, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കയ്യിൽ നിന്ന് പോകും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ അതിന് തയ്യാറായിട്ട് വരുന്ന പ്രൊഡ്യൂസർമാർക്കാണ് കൂടുതലും ഞാൻ പ്രയോറിറ്റി കൊടുത്തിട്ട് ചെയ്യാറ്. പിന്നെ പല പ്രൊഡ്യൂസർമാരും പറയും ഇതൊന്ന് കളിച്ച് തരണം, എനിക്ക് ബുദ്ധിമുട്ടാണ്, പടം പോലും ഇറക്കാൻ പറ്റിയില്ല, അപ്പോൾ ഒന്ന് ഗൾഫിൽ കളിച്ചാൽ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനുൾപ്പെടെയുള്ള മലയാളികൾ ചെറിയ പടങ്ങൾ പോയി തിയേറ്ററിൽ കാണാറില്ല. ശരിയല്ലേ? അപ്പം എല്ലാവർക്കും വലിയ സ്റ്റാർ, ബിഗ് സ്റ്റാർ വേണം. അതിനിപ്പോൾ എത്ര മോശം ഒരു പടമായാലും ആ ബിഗിനിങ്ങിൽ അവർക്കൊരു ഇനിഷ്യൽ കളക്ഷനുണ്ട്, ആ സ്റ്റാർ വാല്യൂ ഉണ്ട്. എല്ലാവരും സ്റ്റാർ വാല്യൂവിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. അപ്പോൾ ബിസിനസ്സാണ്, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ പോയി കാണുന്നവരെയും പറയാൻ പറ്റില്ല. ഇപ്പോൾ ലാലേട്ടൻ പടം വന്ന്, മമ്മൂക്ക പടം വന്ന്, ദുൽഖർ പടം വന്ന്, ഫഹദിൻ്റെ പടം വന്നു, ദിലീപ് പടം വന്ന്, ഇങ്ങനെ ഓരോരുത്തരുടെ പടം വരുമ്പോഴത്തേക്ക് ചാക്കോച്ചൻ്റെ പടം, ഇവരൊക്കെ സ്റ്റാറുകളായവരാണ്, ടൊവിനോ. അപ്പോൾ ഇവരുടെയൊക്കെ പടത്തിന് ഇനിഷ്യൽ കളക്ഷൻ ഉണ്ടാവും. മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ പടത്തിൽ ഇപ്പോൾ പുതുമുഖങ്ങൾ വന്നാൽ തന്നെയും പടങ്ങൾ ഇവിടേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് മൗത്ത് പബ്ലിസിറ്റിയിൽ കൂടി അത് സക്സസ് ആയി എന്നറിയുമ്പോൾ നമ്മളെല്ലാവരും പോയിട്ട് ആ പടം കാണുന്നത് അല്ലേ. അതുവരെ സ്ട്രഗിളിംഗ് ആണ്, ഭയങ്കര പ്രശ്നമാണ് ഇത് ഇട്ട് പൈസ കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഇതിനകത്തുണ്ട്. തിയേറ്റർ ഷെയർ വരുന്നതെന്ന് പറഞ്ഞാൽ തിയേറ്ററിന് 45, ഡിസ്ട്രിബ്യൂട്ടർക്ക് 45, 10% മുനിസിപ്പാലിറ്റി ടാക്സ് പോകും. ഇങ്ങനെയാണ് പോകുന്നത്. സെൻസറെല്ലാം ഇത് കോസ്റ്റ് എല്ലാം വഹിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ വഹിക്കും. അത് അവസാനം നമ്മൾ പ്രൊഡ്യൂസറിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് ചെയ്യാറ്. ഈ സെൻസറിങ് ചെയ്ത് കഴിഞ്ഞാൽ സെൻസറിങ് എവിടെയൊക്കെയാണ്? UAE സെൻസർ എല്ലാ കൺട്രിക്കും സെപ്പറേറ്റ് സെൻസറാണ്. ഇപ്പോൾ UAE UAE മാത്രം, ഖത്തറിൽ വേറെ സെൻസറുണ്ട്, ബഹ്റിനിലുണ്ട്, ഒമാനുണ്ട്, കുവൈറ്റ് ഉണ്ട്, സൗദി ഉണ്ട്. എല്ലാ കൺട്രിയിലും അതാത് കൺട്രികളിൽ സെൻസറുണ്ട്. സെൻസറിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? മലയാളത്തിൽ അല്ല, അറബിക്ക് ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ മസ്റ്റാണ്. അതുണ്ടായിരിക്കണം. അതാണ് അതിൻ്റെ ഒരു നിബന്ധന. ഇവിടെ കളിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവില്ല? തീർച്ചയായും ഇവിടെ കളിക്കാൻ പറ്റാത്ത വിഷയങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലെസ്ബിയൻ ആണും പെണ്ണും ആയിട്ട് വരുന്ന ഒരു സംഭവമുണ്ട്. അതൊന്നും അനുവദിക്കില്ല. പിന്നെ ഇസ്ലാം അഗൈൻസ്റ്റുള്ള അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊന്നും അനുവദിക്കില്ല. ഇപ്പോൾ പിന്നെ ഭയങ്കര വയലൻസൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ റേറ്റിങ്ങിൽ കൂടിയിട്ടാണ് അതിന് അനുവാദം കൊടുക്കുക. പിന്നെ എന്താ പറയുക, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന കാറ്റഗറികൾ. എല്ലാവരും നമ്മുടെ മലയാള ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഗൾഫ്, പ്രത്യേകിച്ച് ദുബായ്, UAE എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇൻഡസ്ട്രി അങ്ങനെയാണ് കാണുന്നതാണ് എൻ്റെ വിശ്വാസം. മനസ്സിലാക്കുന്നത് അല്ല, മലയാളം ഇപ്പോൾ കേരളത്തിലുള്ള അതേ കളക്ഷൻ ഒരുപക്ഷെ ചിലപ്പോൾ കേരളത്തിനെക്കാട്ടിയും കളക്ഷൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ സിനിമ കാണുന്ന മലയാളികൾ കൂടുതൽ ഇപ്പോൾ ഗൾഫിലാണല്ലോ നാട്ടിനെക്കാട്ടി എന്നെനിക്ക് പല സിനിമകളിലും തോന്നാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ തുടരും സിനിമ തന്നെ ഏകദേശം
കേരളത്തിലെ ഒപ്പവും അതിന് മേലേക്കും കളക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വേറൊന്നുമല്ല, ഒരു പ്രാവശ്യം കണ്ടവർ വീണ്ടും കാണുന്നത് കൊണ്ടാണ്. അല്ലാതെ ഒരാളൊരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഇത്രയും കളക്ഷൻ വരത്തില്ല. ഒരാൾ ഒന്നിലധികം തവണ ഈ സിനിമകൾ കാണുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നിലധികം തവണ സിനിമ കാണുന്നുണ്ട്. ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. സിനിമയെന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും സിനിമ തിയേറ്ററിൽ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ആരും അങ്ങനെ ഇത് പറയല്ലേ. എത്ര OTT വന്നാലും എന്ത് വന്നാലും നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന് കാണുന്ന അത്രയും ഒരു സുഖം ഒരു സിനിമയ്ക്ക് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അത്രയും സൗണ്ട് സിസ്റ്റം ഇതെല്ലാം സറൗണ്ട് വന്ന് നമ്മൾ അതിനകത്തിരുന്ന് കാണുമ്പോൾ ഫ്രണ്ട്സുകളെ കൂടെ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ഈവൻ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടാൽ തന്നെ അത് നമുക്ക് തിയേറ്ററിൽ രസിക്കുന്ന കണക്കൊരു ഇത് ഒരിക്കലും ഉണ്ടാവില്ല. ഇവിടെ ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗൾഫിൽ ഞാൻ ഈ മേഖലയിൽ ഒരു 30 വർഷമായി. ഞാൻ 94 ശരിക്ക് വന്നതാണ് ഗൾഫിലേക്ക്. അതിൽ 95 മമ്മൂക്കയുടെ നമ്പർ 1 ബാംഗ്ലൂർ നോർത്ത് സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന് പറഞ്ഞ സിനിമ ഇവിടെ കളിക്കുന്ന സമയത്താണ് ഞാൻ ഈ മേഖലയിലേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഷാർജ കോങ്കോഡ് സിനിമയിലാണ് ഈ ഒരു മേഖലയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നും ഫാർസ് ഫിലിംസിലേക്ക് വന്നു. ഫാർസ് ഫിലിംസിൻ്റെ ഓണർ തിയേറ്ററായിരുന്നു വന്നത് അഹമ്മദ് അലി ഗുൽച്ചൻ്റെ കൂടെ 2020 വരെ ഞാനുണ്ടായിരുന്നു ഡിസംബർ. അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയതല്ല ശരിക്കും പറഞ്ഞാൽ, ഇറങ്ങേണ്ടി വന്നു. കൊറോണയൊക്കെ വന്ന സമയമായപ്പോഴത്തേക്ക് ആ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് വിടേണ്ടി വന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ വേറെ ഒരു കമ്പനി നമുക്ക് തുടങ്ങണം എന്നുള്ള രീതിയിൽ ഡയറക്ടർ സലീം മുഹമ്മദ് ഉണ്ടായിരുന്നു. സലീം മുഹമ്മദ് ത്രൂ വേറൊരു കമ്പനിയിലേക്ക് വന്നു. അതിനുശേഷമാണ് ഞാൻ പിന്നെ ആലോചിച്ചത് എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ മേഖല നമുക്കറിയാവുന്നൊരു തൊഴിലും ഇതും നമുക്കറിയാവുന്നൊരു ബിസിനസ്സും ഇതിനിപ്പോൾ വേറൊരു പുതിയൊരാളെ കൊണ്ടുവന്നിട്ട് ചെയ്യിക്കേണ്ട ആവശ്യമില്ല. തനിയെ തന്നെ ലൈസൻസ് എടുത്തിട്ട് അങ്ങ് ആരംഭിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെയാണ് രേഷ്രാജ് ഫിലിമിൻ്റെ ഉദയം. അപ്പോൾ ആ രേഷ്രാജ് ഫിലിം ഇപ്പോൾ ഏകദേശം ഒരു 42 ഫിലിം റിലീസ് ചെയ്ത് ഈ ഒരു 1.5 വർഷമായി ഇപ്പോൾ ആരംഭിച്ചിട്ട്. ഈ 42 സിനിമയെന്ന് പറഞ്ഞാൽ അതിനകത്ത് മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, നേപ്പാൾ മൂവീസ് ആൻഡ് പാകിസ്ഥാനി മൂവി, ബംഗ്ലാദേശി മൂവി, ഇങ്ങനെ പല ലാംഗ്വേജിലായിട്ടുള്ള മൂവീസ് ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും വലിയ ചിത്രങ്ങളല്ല, ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളൊന്നുമല്ല. എല്ലാം ആവറേജ് എബോവ് ആവറേജ് ആ രീതിയിലുള്ള മൂവീസാണ് ചെയ്തത്. കാരണം വേറൊന്നുമല്ല, എൻ്റെ അടുത്ത് ഇത് എന്ത് പറഞ്ഞാലും ഇതിനകത്ത് നമുക്ക് വലിയ മൂവീസ് കിട്ടണമെങ്കിൽ നമ്മൾ ഫണ്ടെറിഞ്ഞാൽ മാത്രമേ ഈ ഒരു മേഖല നിൽക്കുകയുള്ളൂ. ഇത് പൈസയായിട്ട് കളിക്കുന്നവരുടെ ഒരു മേഖലയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് ആ രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നല്ല ഫണ്ട് വേണം. ഫണ്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വലിയ മൂവീസ് കിട്ടുകയുള്ളൂ. പിന്നെ നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് ബോധ്യമുള്ള പ്രൊഡ്യൂസർമാർ നമ്മളെ മൂവി ഏൽപ്പിക്കുന്നു, നമ്മളത് ചെയ്ത് ഭംഗിയായിട്ട് കൊടുക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതാണ്. ഇതുവരെ അങ്ങനെ ചെയ്തിരിക്കുന്നത്.